രാജ്യത്തെ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്ന പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയുടെ 23ാം ഗഡു വിതരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിലെ ഹൂഗ്ലിയിൽ നിന്ന് നിർവഹിച്ചു. കേന്ദ്ര കൃഷി മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിലും പശ്ചിമബംഗാൾ സർക്കാരിന്റെ സഹകരണത്തോടെയുമാണ് പരിപാടി സംഘടിപ്പിച്ചത്. 23ാം ഗഡുവിന്റെ ഭാഗമായി രാജ്യത്തെ 9.44 കോടിയിലധികം അർഹരായ കർഷകരുടെ ബാങ്ക് അക്കൌണ്ടിലേക്ക് 18,880 കോടി രൂപയിലധികം നേരിട്ട് കൈമാറി. പശ്ചിമബംഗാളിൽ മാത്രം 45.35 ലക്ഷത്തിലധികം ഗുണഭോക്താക്കൾക്ക് 907.21 കോടി രൂപ വിതരണം ചെയ്തതോടെ 2019 മുതൽ സംസ്ഥാനത്ത് പദ്ധതിയിലൂടെ ലഭിച്ച ആകെ തുക 15,055 കോടി രൂപ കവിഞ്ഞു. പരിപാടിക്കിടെ ലോകത്തിലെ ഏറ്റവും വലിയ വിള ഇൻഷുറൻസ് പദ്ധതികളിലൊന്നായ പ്രധാനമന്ത്രി ഫസൽ ബീമ യോജനയും പുനഃസംഘടിപ്പിച്ച കാലാവസ്ഥ അധിഷ്ഠിത വിള ഇൻഷുറൻസ് പദ്ധതി പശ്ചിമബംഗാളിൽ പ്രധാനമന്ത്രി ഔപചാരികമായി ആരംഭിച്ചു. സംസ്ഥാനത്തെ കർഷകർക്ക് വിളനാശത്തിൽ നിന്ന് കൂടുതൽ സംരക്ഷണം ഉറപ്പാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 2026-27 സാമ്പത്തിക വർഷത്തിൽ ഏകദേശം 1.10 കോടി കർഷകർക്ക് 30 ലക്ഷം ഹെക്ടർ ഭൂമിയിലടക്കമായി ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കാനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. 28,140 കോടി രൂപയുടെ ഇൻഷുറൻസ് മൂല്യമുള്ള വിളകളാണ് പദ്ധതിയുടെ പരിധിയിൽ വരിക. കർഷകരുടെ പ്രീമിയം ഭാരം കുറയ്ക്കുന്നതിനായി കേന്ദ്രവും സംസ്ഥാനവും ചേർന്ന് ഏകദേശം 777 കോടി രൂപയുടെ സബ്സിഡിയും നൽകും. ചടങ്ങിൽ സംസാരിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി പശ്ചിമബംഗാളിൽ മാറ്റത്തിന്റെ പുതിയ അന്തരീക്ഷമാണ് രൂപപ്പെടുന്നതെന്ന് അഭിപ്രായപ്പെട്ടു. സംസ്ഥാനത്തിന്റെ അഭിമാനം വീണ്ടെടുക്കാനുള്ള പുതിയ യാത്ര ആരംഭിച്ചുവെന്നും വികസന പദ്ധതികൾ അതിന്റെ തെളിവാണെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം PM കിസാൻ പദ്ധതിയുടെ 23ാം ഗഡു ലഭിച്ചിട്ടുണ്ടോ എന്ന് ഗുണഭോക്താക്കൾക്ക് ഔദ്യോഗിക പോർട്ടലിലൂടെ പരിശോധിക്കാം. പദ്ധതിയിൽ അനർഹമായി ആനുകൂല്യം കൈപ്പറ്റിയവരെ കണ്ടെത്തുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. ആദായ നികുതി അടയ്ക്കുന്നവർക്ക് സർക്കാർ ഉദ്യോഗസ്ഥർ ഒന്നിലധികം അക്കൗണ്ടുകൾ വഴി പണം കൈപ്പറ്റിയവർ എന്നിവരെയാണ് പ്രധാനമായും കണ്ടെത്തുന്നത്. അർഹതയില്ലാതെ കൈപ്പറ്റിയ തുക തിരികെ അടയ്ക്കണമെന്ന് കാണിച്ച് പല കർഷകർക്കും കൃഷിവകുപ്പ് നോട്ടീസ് അയച്ചു തുടങ്ങിയിട്ടുണ്ട്. പല കർഷകർക്കും മുൻപ് പണം വന്നിരുന്ന ബാങ്ക് അക്കൗണ്ടുകൾ നിഷ്ക്രിയമായത് കാരണം പണം തടസ്സപ്പെടുന്നുണ്ട്. പണം മുടങ്ങാതിരിക്കാൻ കർഷകർ തങ്ങളുടെ പുതിയ അക്കൗണ്ട് ആധാറുമായി ബന്ധിപ്പിക്കണം. കേന്ദ്ര സർക്കാർ DBD വഴി പണം അയക്കുമ്പോൾ ഏറ്റവും ഒടുവിൽ ആധാറുമായി ബന്ധിപ്പിച്ച സജീവമായ അക്കൗണ്ടിലേക്ക് തുക തനിയെ എത്തിച്ചേരും. PM കിസാൻ പദ്ധതിയിൽ അംഗങ്ങളായ കർഷകർക്ക് കിസാൻ ക്രെഡിറ്റ് കാർഡ് വളരെ എളുപ്പത്തിൽ ലഭിക്കും. ഈ കാർഡ് വഴി കർഷകർക്ക് 3 ലക്ഷം രൂപ വരെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കാർഷിക വായ്പയായി ലഭിക്കുന്നു. കൃത്യസമയത്ത് തിരിച്ചടയ്ക്കുന്ന കർഷകർക്ക് പലിശയിൽ ഇളവും ലഭിക്കും. PM കിസാൻ പോർട്ടൽ വഴി തന്നെ ഇതിനായി അപേക്ഷിക്കാം. 2 ഏക്കറിൽ കവിയാത്ത കൃഷിഭൂമിയുള്ള ചെറുകിട നാമമാത്ര കർഷകർക്കായി ഭാരത സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി. വർഷം 3 ഗഡുക്കളായി 6,000 രൂപ കർഷകർക്ക് ബാങ്ക് അക്കൗണ്ടിലൂടെ നൽകുവാൻ ലക്ഷ്യമിടുന്ന ഈ പദ്ധതിക്ക് ഏകദേശം 75,000 കോടി രൂപ ചെലവാകുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. 2019 ഫെബ്രുവരി 1 കേന്ദ്ര ഇടക്കാല ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ച ഈ പദ്ധതിയുടെ ഉദ്ഘാടനം 2019 ഫെബ്രുവരി 24 കർഷകർക്ക് ആദ്യ ഗഡു തുക ഡിജിറ്റൽ മാർഗം കൈമാറിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചിരുന്നു. എന്നാൽ കേരളത്തിൽ 7,694 കുടുംബങ്ങളിൽ ഭാര്യയും ഭർത്താവും ആനുകൂല്യം പറ്റുന്നുണ്ടെന്ന് അടുത്തിടെ കണ്ടെത്തിയിരുന്നു. ഇതിനു പുറമെ പ്രായപൂർത്തിയാകാത്ത മക്കളും മറ്റു ബന്ധുക്കളും ഉൾപ്പെടെ 33 പേരും ആനുകൂല്യം കൈപ്പറ്റിയെന്ന് സംസ്ഥാന കേന്ദ്രത്തെ അറിയിച്ചിരുന്നു. ആധാർ അടിസ്ഥാനമാക്കിയല്ലാതെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയും മറ്റു പദ്ധതിയുടെ തുടക്കത്തിൽ ആളുകളെ ഉൾപ്പെടുത്തിയിരിക്കാം എന്നാണ് ക്രമക്കേടിന് കാരണം. കേന്ദ്ര കൃഷി മന്ത്രാലയം സംസ്ഥാനങ്ങളോട് വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നു. അനർഹർ ആനുകൂല്യം കൈപ്പറ്റുന്നതായി കണ്ടെത്തിയ ഉടൻ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാൻ നടപടിയെടുത്തതിന് സംസ്ഥാനം അറിയിച്ചിട്ടുണ്ട്. അനർഹരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനും നടപടി തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിൽ 63,819 അനർഹർ ആനുകൂല്യം കൈപ്പറ്റിയെന്നും ഇതിൽ 26,989 പേർ ഇതിനകം പണം തിരിച്ചടച്ചുവെന്നും സംസ്ഥാനതല ബാങ്കേഴ്സ് സമിതിയുടെ റിപ്പോർട്ടും നേരത്തെ ചൂണ്ടിക്കാട്ടിയിരുന്നു. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.